റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. പാർട്ടിയിലും സർക്കാരിലും തിരിച്ചടി നേരിടുന്ന കീർ സ്റ്റാർമറിന്റെ പ്രധാനമന്ത്രി കസേരയും തുലാസിലാണ്. ലേബർ പാർട്ടിയുടെ കോൺഫറൻസ് ആരംഭിക്കവേ പാർട്ടിയിലെ നിയന്ത്രണം കീർ സ്റ്റാർമറിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. പൊതുതെരഞ്ഞെടുപ്പിൽ പാർട്ടി നേതാവായി സ്റ്റാർമർ തുടരേണ്ടതില്ല എന്നാണ് പകുതിയിലേറെ അംഗങ്ങൾ ഇപ്പോൾ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലേബർ ലിസ്റ്റിനായി സർവേഷൻ നടത്തിയ സർവേയിലാണ് 53% പാർട്ടി അംഗങ്ങൾ സ്റ്റാർമർ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ നേതൃസ്ഥാനത്ത് തുടരേണ്ടതില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. 31% പേർ മാത്രമാണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് തുണയ്ക്കുന്നത്. ലിവർപൂളിൽ പാർട്ടി കോൺഫറൻസ് നടക്കുമ്പോൾ സ്റ്റാർമർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വെല്ലുവിളിയുടെ ആഴം ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. ലേബർ നേതാവായി മാറാൻ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൽഡി ബേൺഹാം ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഒപ്പം പല MP-മാരും തന്നോട് ഈ ആവശ്യം ഉന്നയിച്ചതായി ബേൺഹാം തന്നെ വെളിപ്പെടുത്തി. പ്രധാനമന്ത്രി പദത്തിൽ സ്റ്റാർമർക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിലനിൽക്കാൻ സമയമില്ലാത്ത അവസ്ഥയാണ്. ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നർ മുതൽ US അംബാസിഡർ പീറ്റർ മൻഡേൽസൺ ഉൾപ്പെടെ പല അടുപ്പക്കാരും സ്ഥാനങ്ങൾ രാജിവെച്ചിരുന്നു. അതേസമയം മറ്റൊരു സർവേയിൽ റിഫോം നേതാവ് നിക്കൽ ഫെറാഗിന് മുന്നിൽ നമ്പർ 10 പാത വ്യക്തമായി തുറന്നു കഴിഞ്ഞെന്നും വ്യക്തമായിട്ടുണ്ട്. മോർ ഇൻ കോമൺ റിസർച്ച് നിക്കൽ ഫെറാഗിന്റെ പാർട്ടി 373 സീറ്റുകൾ തൂത്തുവാരുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോൾ 400 അടുത്ത സീറ്റുകളുള്ള ലേബർ കേവലം 90 MP-മാരിലേക്ക് ഒതുങ്ങുമെന്നും സൂചനകൾ വ്യക്തമാക്കുന്നുണ്ട്. UK മലയാളി സമൂഹത്തിന് വേദനയായി കോട്ടയംകാരിയായ യുവതിയുടെ വിയോഗം. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി കാത്തറിൻ ജോർജ് ആണ് ലണ്ടനിലെ റൂൾവിച്ചിൽ വെച്ച് വിട പറഞ്ഞത്. ചങ്ങനാശ്ശേരി ചങ്ങംകേരി കുടുംബാംഗം സെബിൻ തോമസിന്റെ ഭാര്യയാണ്. കാത്തി എന്ന വീട്ടുകാരും സുഹൃത്തുക്കളും വിളിച്ചിരുന്ന കാത്തറിൻ ഏവർക്കും പ്രിയങ്കരിയായിരുന്നു. മരണകാരണം വ്യക്തമായിട്ടില്ല. സംസ്കാരം സംബന്ധിച്ച കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും. പ്രദേശത്തെ മലയാളി സംഘടനകളും സുഹൃത്തുക്കളും ആശ്വാസവും പിന്തുണയുമായി കുടുംബത്തിനൊപ്പമുണ്ട്. ഇംഗ്ലണ്ടിലെ ഭവന പ്രതിസന്ധിക്ക് പരിഹാരം ലക്ഷ്യമിട്ട് ലേബർ സർക്കാരിന്റെ മഹാപദ്ധതി പാർട്ടി കോൺഫറൻസിൽ. ലേബർ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിൽ 12 പുതിയ പട്ടണങ്ങൾ നിർമ്മിക്കുന്ന മഹാപദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. രാജ്യത്തെ ഗുരുതരമായ ഭവന പ്രതിസന്ധിയെ നേരിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഹൗസിംഗ് സെക്രട്ടറി സ്റ്റീവ് റീഡ് ലിവർപൂളിൽ നടക്കുന്ന ലേബർ വാർഷിക കോൺഫറൻസിലാണ് പദ്ധതി പുറത്തുവിട്ടത്. പ്രധാനമന്ത്രി സ്റ്റാർമർ ഇതിനെ ദേശീയ പുനരുജ്ജീവനത്തിന്റെ പദ്ധതി എന്നാണ് വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ വർഷം രൂപീകരിച്ച ന്യൂ ടൗൺ ടാസ്ക് ഫോഴ്സ് സമർപ്പിച്ച ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. 1945 മുതൽ 1951 വരെ ക്ലെമൻ ആറ്റ്ലിയുടെ നേതൃത്വത്തിലുള്ള ലേബർ സർക്കാർ 100,000-ലധികം വീടുകൾ പണിതെടുത്ത അനുഭവം മാതൃകയാക്കിയാണ് പദ്ധതി. ലീഡ്സ് സൗത്ത്, ബാങ്ക് എന്നിവ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ പട്ടണത്തിനും കുറഞ്ഞത് 10,000 വീടുകളും സ്കൂളുകൾ, ആശുപത്രികൾ, ഗ്രീൻ സ്പേസുകൾ, ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും ഉറപ്പാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. പുതിയ പട്ടണങ്ങളിലെ വീടുകളിൽ 40% എണ്ണം സാധാരണക്കാരുടെ പോക്കറ്റിനടങ്ങുന്ന വീടുകളും 20% എണ്ണം സാമൂഹ്യവാസ പദ്ധതികൾക്കായി വകയിരുത്തുന്നതുമാണ് എന്ന റിപ്പോർട്ടുകൾ. ബ്രിട്ടനിൽ ഏകദേശം 43 ലക്ഷം വീടുകളുടെ കുറവാണ് നിലവിലുള്ളത്. ഇത് കൂടാതെ റെക്കോർഡ് നിരക്കിൽ ജനങ്ങൾ താൽക്കാലിക അഭയകേന്ദ്രങ്ങൾ കഴിയുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് 15 ലക്ഷം വീടുകൾ പണിയുമെന്ന ലേബറിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും സർക്കാരിന് ഉറച്ച നിലപാട് ആണെന്ന് റീഡ് അറിയിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ വസതിക്ക് ചുറ്റും നിർബന്ധ ബുദ്ധിയിൽ അധിഷ്ഠിതമായ നിരീക്ഷണ വലയം തീർക്കുന്നു. വീടിന് ചുറ്റുമുള്ള 29 റോഡുകളിലും കവലകളിലും 110 അത്യാധുനിക CCTV ക്യാമറകൾ സ്ഥാപിക്കും. ചെന്നൈ നഗരത്തിലെ സുരക്ഷാ സംവിധാനം ആധുനീകരിക്കാനുള്ള ഗ്രേറ്റർ ചെന്നൈ പോലീസിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ വീടിന് ചുറ്റും നിരീക്ഷണം ശക്തമാക്കുന്നത്. വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ തിരിച്ചറിയാൻ കഴിവുള്ള 20 ക്യാമറകളും മുഖം തിരിച്ചറിയാൻ കഴിവുള്ള 20 ക്യാമറകളും പ്രത്യേക ദിശയിൽ ഉറപ്പിക്കുന്ന 50 ബുള്ളറ്റ് ക്യാമറകളും തിരിക്കാനും സൂക്ഷ്മ നിരീക്ഷണം നടത്താനും കഴിവുള്ള 10 ക്യാമറകളുമാണ് സ്ഥാപിക്കുന്നത്. ക്യാമറയിൽ നിന്നുള്ള വിവരങ്ങൾ വെപ്പേരിയിലെ ഗ്രേറ്റർ ചെന്നൈ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിലാണ് ഏകോപിപ്പിക്കുക. അപകടകരമോ സംശയാസ്പദമോ ആയ ഏതെങ്കിലും നീക്കങ്ങൾ കണ്ടാൽ നിമിഷങ്ങൾക്കകം ആ പ്രദേശത്തുള്ള പോലീസുകാർക്ക് മുന്നറിയിപ്പ് സന്ദേശം ലഭിക്കും. തൽക്ഷണം നടപടിയെടുക്കാൻ ഇതുവഴി കഴിയും. നിരീക്ഷണത്തിന് പുറമെ തെളിവുകൾ ശേഖരിച്ചു വയ്ക്കാനുള്ള സംവിധാനവും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. നന്ദനം സിഗ്നൽ, GK മൂപ്പനാർ ബ്രിഡ്ജ്, TTK റോഡ്, അണ്ണാശാലൈ, അണ്ണാ റൗണ്ടാന എന്നിവിടങ്ങളിലും DMK സ്ഥാനമായ അണ്ണാ അറിവാലയത്തിന്റെ പരിസരങ്ങളിലും പുതിയ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. ഇതിനുള്ള ടെൻഡർ നടപടികൾ ഉടൻ തുടങ്ങും. സ്വകാര്യ സ്ഥാപനത്തിലെ 17 വിദ്യാർത്ഥിനികളെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ പ്രതിയായ സ്വാമി ചൈതന്യാനന്ദ സരസ്വതിയെ ഡൽഹി കോടതിയിൽ ഹാജരാക്കി. ഇയാളെ കോടതി 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ഇയാളെ ഞായറാഴ്ച പുലർച്ചെയാണ് ആഗ്രയിലെ ഒരു ഹോട്ടലിൽ നിന്ന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. തെക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ ഒരു മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ചെയർമാനായ ഇയാൾ രാത്രി വൈകി തന്റെ ക്വാർട്ടേഴ്സിലേക്ക് വിദ്യാർത്ഥിനികളെ വിളിപ്പിക്കുകയും പെൺകുട്ടികൾക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തതായാണ് കേസ്. ഇയാളുടെ ഫോൺ ഉപയോഗിച്ച് വിദ്യാർത്ഥിനികളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചതായും ആരോപണമുണ്ട്.
സരസ്വതിയുടെ പേരിൽ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലും സ്ഥിരനിക്ഷേപങ്ങളിലുമായി ഉണ്ടായിരുന്ന 8 കോടി രൂപ അധികൃതർ മരവിപ്പിച്ചു. FIR രജിസ്റ്റർ ചെയ്ത ശേഷം 50 ലക്ഷം രൂപയിലധികം ഇയാൾ പിൻവലിച്ചിരുന്നു. ഇയാൾ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ വ്യാജ പേരുകൾ വിവരങ്ങളിലുമാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഐക്യരാഷ്ട്രസഭയുമായും ബ്രിക്സുമായും ബന്ധമുള്ള ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന വ്യാജ വിസിറ്റിംഗ് കാർഡുകളും അറസ്റ്റിനിടെ ഇയാളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ 3 മൊബൈൽ ഫോണുകളും ഒരു ഐപാഡും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. പാകിസ്ഥാനോട് പൊരുതി നേടിയ വിജയത്തിന് ശേഷം ഏഷ്യ കപ്പ് ട്രോഫി ഏറ്റുവാങ്ങാതെ ടീം ഇന്ത്യ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും കൂടിയായ മൗസിം നഖ്വിയിൽ നിന്ന് ട്രോഫി വാങ്ങില്ല എന്ന ഇന്ത്യയുടെ ഉറച്ച തീരുമാനം അറിഞ്ഞതോടെ സമ്മാനദാന ചടങ്ങിന് ശേഷം ട്രോഫി ഇന്ത്യക്ക് കൈമാറാതെ നഖ്വി മടങ്ങിപ്പോയി. പാകിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രി കൂടിയാണ് നഖ്വി. നേരത്തെ പാക് നായകന് ഹസ്തദാനം ചെയ്യാത്ത ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിനെതിരെ പരാതി നൽകിയത് നഖ്വി തന്നെയായിരുന്നു. ഏഷ്യ കപ്പ് സംഘാടകരോട് നഖ്വി ട്രോഫി വിതരണം ചെയ്യാൻ ശ്രമിച്ചാൽ തങ്ങൾ സഹകരിക്കില്ല എന്ന് ഇന്ത്യൻ താരങ്ങൾ അറിയിച്ചിരുന്നു. അതിനാൽ പ്രസന്റേഷൻ നടത്തുന്ന സ്റ്റേജിൽ നിന്നും ഇന്ത്യൻ താരങ്ങൾ മാറിയാണ് നിന്നത്. മത്സരത്തിന് മുൻപ് തന്നെ നഖ്വിയാണ് ട്രോഫി വിതരണം ചെയ്യുന്നതെങ്കിൽ വാങ്ങില്ല എന്ന് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് നിലപാടെടുത്തു. മത്സരശേഷം ഇതേ നിലപാടിൽ സൂര്യ ഉറച്ചെന്നതോടെ പ്രസന്റേഷൻ പരിപാടികൾ 1 മണിക്കൂർ വൈകി. മാച്ച് ഒഫീഷ്യൽസും ഇന്ത്യൻ താരങ്ങളും തമ്മിൽ ദീർഘനേരം ചർച്ച നടന്നു. ഒടുവിൽ കിരീടദാനം ഇല്ലാതെയാണ് സമ്മാനദാന ചടങ്ങ് നടന്നത്. ആദ്യം പാക് താരങ്ങൾ വ്യക്തിഗത മെഡലുകൾ ഏറ്റുവാങ്ങി. റണ്ണേഴ്സപ്പിനുള്ള ചെക്ക് വലിച്ചെറിഞ്ഞ ശേഷമാണ് പാക് ക്യാപ്റ്റൻ സൽമാൻ ആഗ അവതാരകനായ സൈമൺ ടെല്ലുമായി അഭിമുഖത്തിന് എത്തിയത്. ഇന്ത്യൻ താരങ്ങളിൽ നിന്ന് പ്ലെയർ ഓഫ് ദി മാച്ചായ തിലക് വർമ്മയും വാല്യൂബിൾ പ്ലെയറായ കുൽദീപ് യാദവും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായ അഭിഷേക് ശർമ്മയും ക്യാഷ് അവാർഡ് ഏറ്റുവാങ്ങി. ഇവരാരും വേദിയിലുണ്ടായിരുന്ന മൊഹസിൻ നഖ്വിക്ക് ഷേക്ക് ഹാൻഡ് നൽകുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. ഇന്ത്യൻ ടീം മൊത്തമായി മെഡലും ക്യാപ്റ്റൻ സൂര്യകുമാർ ട്രോഫിയും ഏറ്റുവാങ്ങാൻ എത്തിയില്ല. സമ്മാനദാന ചടങ്ങ് അവസാനിച്ചതായി പ്രഖ്യാപിച്ച ശേഷം ഇന്ത്യൻ താരങ്ങൾ വേദിയിലെത്തി ട്രോഫി ഇല്ലാതെ ആഹ്ലാദ പ്രകടനവും നടത്തി. ഇതിനിടെ നഖ്വിയെയും പാക് താരങ്ങളെയും നോക്കി ഇന്ത്യൻ ആരാധകർ ഭാരത് മാതാ കി ജയ്, ഇന്ത്യ ഇന്ത്യ എന്നിങ്ങനെ ആരവം മുഴക്കിയതും പരിപാടിയുടെ അന്ത്യം വരെ നാടകീയങ്ങൾക്ക് കാരണമായി മാറി. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 119.26 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.